ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വർണാസ് കുക്കറി വേൾഡ്. അപ്പം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ 8th ഡേ ആണ്. ഒരാഴ്ച നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പം 49.15 ആണ് വെയിറ്റ്. അപ്പം നമ്മളൊരു നിയർ ടു 1 kg നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 1/2 kg to 1 kg പെർ വീക്ക് കുറയുന്നതാണ് ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലെ ഞാൻ എടുത്തിരുന്നത് ഏത്തപ്പഴം പുഴുങ്ങിയതും ഒരു വീറ്റ് ബ്രെഡും അതിനകത്ത് പീനട്ട് ബട്ടറുമാണ് കേട്ടോ. ഞാൻ റോബസ്റ്റ മതിയെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിന് മുമ്പ് രാവിലെ ഹസ്ബൻഡ് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് തന്നെ ഞാൻ കഴിച്ചു. ഇന്ന് പീരീഡ്സ് ആയിട്ടുണ്ട്. ഞാൻ രാവിലെ പീരീഡ്സ് ആയപ്പോൾ പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഓഫീസിൽ. അപ്പോൾ ഞാനിന്ന് സ്നാക്കായിട്ടൊന്നും എടുത്തില്ല. ഞാനത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് എന്തെങ്കിലും കഴിക്കണം തോന്നി. അപ്പോൾ ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ചോക്ലേറ്റൊക്കെ ഐസ്ക്രീമൊക്കെ മേടിച്ച് വെച്ചു എന്ന്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ ലഞ്ചിന് ചോറും മുട്ട വറുത്തതും കുക്കുംബറും കേടും ഇതൊക്കെ ഹസ്ബൻഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. മുട്ട വറുത്തതും ഉണ്ടാക്കിയായിരുന്നു. എല്ലാം എനിക്ക് ഉച്ചയ്ക്ക് വരെ ഉള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ ചോറൊക്കെ ഇത്ര വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. 100 ഗ്രാം ചോറ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വൈകിട്ടത്തേക്കല്ല കേട്ടോ, ഇത് നാളെ 2 ദിവസത്തേക്കുള്ള കറിയാണ്. ചിക്കൻ കറിയും അതുപോലെ ചോറും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ശരിക്കും എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ രാത്രിയിലത്തേക്കുള്ള പാസ്ത ഞാനൊന്ന് വേവിച്ച് വെച്ചായിരുന്നു. പിന്നെ പുള്ളി വരുമ്പോഴത്തേക്കും ഞാനൊരു ചെറിയൊരു മഗ് കേക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് എക്സ്പ്രഷൻസ് എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റൊക്കെ എന്താ പറയണമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ വീഡിയോ കാണിക്കാവേ. എന്ത് കേൾക്കാന്ന് മനസ്സിലായോ? എന്ത് ഇതാന്ന് പറയാം, ഏത് ഫ്ലേവറാണ്? ആ, ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാൻ രാത്രിയിലെടുത്തത് പാസ്തയാണ്. ഞാൻ പാസ്ത ഉണ്ടാക്കിയിട്ട് എനിക്ക് ലൈക്ക് ചീസും മിൽക്കും ഒക്കെ ഇട്ട് ഒത്തിരി ഞാൻ എടുത്തില്ല, ശകലം എടുത്തുള്ളൂ. ഞാൻ എന്നിട്ട് ഇത്രയും കഴിച്ചില്ല. ഞാൻ ആകെ ഇതിൻ്റെ പകുതി പോലും ഞാൻ കഴിച്ചില്ല. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വയറ് ഭയങ്കര ബ്ലോട്ടഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു വൈകിട്ട്. പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ എനിക്ക് ചിലപ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. എന്തൊക്കെ കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ചില സമയത്ത് വിശപ്പേ ഉണ്ടാവില്ല. എന്ന് ഞാൻ ഫുൾ ഉറങ്ങുമായിരുന്നു. ഈ പ്രോപ്പറായിട്ട് കഴിച്ച ഭക്ഷണങ്ങളല്ലാതെ ഞാൻ ഫുൾ ടൈം ഉറക്കമായിരുന്നു കേട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു. കുറച്ച് ദിവസം പോയതിൻ്റെ എല്ലാ ടയേർഡ്നെസ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി ഞാൻ. ഒരാൾ കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ഗെയിൻ ആണോ നോക്കുന്നത്, കാരണം വെയിറ്റ് ഗെയിൻ ആണോ ചെയ്യുന്നത്, വെയിറ്റ് ഒരു ദിവസം ഇടയ്ക്ക് കൂടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി അതിന് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പീരിയഡ്സ് ആവുന്ന ടൈമിൽ ഗേൾസിനെന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് വരും. ചിലവർക്ക് വരില്ല, ചിലവർക്ക് പീരിയഡ്സ് ടൈമിലായിരിക്കും വരുന്നത്. മാക്സിമം നമുക്ക് 1 കിലോ വരെ കൂടാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത്. അപ്പോൾ എനിക്കൊരു 1/2 കിലോ 3/4 കിലോ ഒക്കെ കൂടിയിട്ടുണ്ട് പീരിയഡ്സ് ടൈമിൽ വെയിറ്റ്. അപ്പം നമുക്ക് ആ പീരിയഡ്സ് ടൈമിൽ ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യില്ലെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇന്ന് പീരിയഡ്സിലാണ്. ഞാൻ ഡേ 1 ആണ് എൻ്റെ പീരിയഡ്സിൻ്റെ. നമുക്ക് പീരിയഡ്സിൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് സാധാരണമായിട്ടൊരു സംഭവമാണ്. കാരണം അത് നമുക്ക് വാട്ടർ റിട്ടൻഷൻസും പല വേറെ ഹോർമോണൽ ഇതൊക്കെ കൊണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് വെയിറ്റ് കൂടിയിട്ട് കാണിക്കുന്നത്. സോ ആ ടൈമിൽ നമുക്ക് ഒരിക്കലും നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ലൂസ് ചെയ്യുമ്പം നമുക്ക് എല്ലാ ദിവസവും വെയിറ്റ് കുറഞ്ഞ് വരുന്നത് അങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ 58 കിലോയിൽ ഒരു 46 വരെ എത്തിച്ച സമയത്ത് എൻ്റെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിന്നത്. കാരണം അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു ഡൗൺ ഒരു ഇതിൽ വരില്ല ഒരിക്കലും. നമ്മൾ കഴിക്കുന്ന ഫുഡ് ചിലപ്പം ഒരു ഇതായിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വാട്ടർ റിട്ടൻഷനോ ചിലപ്പോൾ സോൾട്ടിൻ്റെ ഇൻടേക്ക് കൂടിയാലോ. അപ്പം ഞാൻ ഇന്നലെ ഷവർമ കഴിച്ചപ്പോൾ വിചാരിച്ചിരുന്നു ചിലപ്പോൾ ഇന്ന് വെയിറ്റ് ഗെയിൻ ചാൻസ് ഉണ്ട്. സോൾട്ടിൻ്റെ ഒക്കെ അളവ് കൂടുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വന്നില്ല. ഞാൻ പറഞ്ഞില്ല, അധികം മയോണൈസോ അധികം സംഭവമൊന്നുമില്ല. അതിനകത്ത് നല്ല വെജീസും ചിക്കനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഒത്തിരി സ്പൈസിയും അല്ലായിരുന്നു. നോർമലി ഒരു ഷവർമയായിരുന്നു. അപ്പം എനിക്ക് എത്ര ബാഡായിട്ടും തോന്നിയില്ല. ഒരു ഹെൽത്തി വേ തന്നെ തോന്നിയത്. പക്ഷേ അത് റാപ്പ് ചെയ്തേക്കുന്ന എനിക്കൊന്ന് റുമാലി സംതിങ് കൈൻഡ് ഓഫ് ഫ്രൂട്ടി ആയിരുന്നു. ഡയറ്റ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ ഫുഡിൻ്റെ അളവ് കുറച്ചോ കഴിക്കുന്ന സാധനമല്ല. ഇപ്പം നമ്മൾ ചോറുണ്ടെന്ന് പറഞ്ഞാൽ ചോറ് ഉണ്ണാതെ ഡയറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് ചോറ് കഴിക്കാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സാധനവും നമ്മുടെ ശരീരത്തിൽ എനർജിക്ക് വേണ്ട സംഭവമാണ്. അപ്പം ഞാൻ ഈ കഴിയുന്ന ബ്രെഡിൽ കാർബുണ്ട്, ഈവൻ ഏത്തപ്പഴത്തിൽ കാണും കാർബ്, ഇപ്പം ചോറിലുണ്ട്. അത് ആക്ച്വലി നമുക്ക് ബോഡിക്ക് വേണ്ട സംഭവമാണ്. നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ ശീലിച്ച് വന്ന ഫുഡ് രീതി വന്നിട്ട് പണ്ട് തൊട്ട് നമ്മൾ ചോറ് കഴിച്ചാണ് ജീവിച്ചത്.
അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പലവട്ടം. അപ്പോൾ അതിനെനിക്ക് ബോഡി നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക, ഞാൻ വീക്കായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൂ. വീക്കായിട്ടേ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ആ ടൈമിലൊക്കെ, ഞാൻ ക്രാഷ് ഡയറ്റ് എടുത്ത സമയത്തും. അപ്പോൾ അതിലെല്ലാം മാറി ഞാൻ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ, ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ പറഞ്ഞ കണക്ക് 1/2 kg to 1 kg പെർ വീക്ക് വരും. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ വെയിറ്റ് ഒരിക്കലും നമുക്ക് ഡേ ബൈ ഡേ 1 kg അല്ലെങ്കിൽ ഡേ ബൈ ഡേ 1/2 kg ഒന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അങ്ങനെ കുറയാം, നമുക്ക് ക്രാഷ് ഡയറ്റ് എടുത്താൽ കുറയാം. പെട്ടെന്ന് ഞാൻ ഒരു മിലിറ്ററി ഡയറ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ്ലി വെയിറ്റ് കുറയും. പക്ഷേ ഈ ഇൻസ്റ്റൻ്റ്ലി കുറയുന്ന വെയിറ്റ് ഒരിക്കലും നമുക്ക് സസ്റ്റൈനബിളായിട്ട് നിൽക്കില്ല. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഗെയിൻ ചെയ്യുകയും ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഒന്ന് പ്രോപ്പറായിട്ട് പഴയ രീതിയിൽ കഴിക്കുമ്പോഴത്തേക്കും അഗെയിൻ വെയിറ്റ് ഗെയിൻ ആകും. സോ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഫ്ലക്ച്വേഷൻ വരുന്ന നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റിലെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് പാടാണ് എത്താനായിട്ട്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് 48 എന്ന് പറയുമ്പോൾ എനിക്ക് 50 എന്ന് പറയുന്നത് നോർമൽ വെയിറ്റ് ആയിരുന്നു. ഈ 50 48 വരാൻ നല്ല ടൈം എടുക്കും. അതുപോലെ തന്നെ പക്ഷേ എനിക്ക് 1 വീക്കിൽ തന്നെ ഇപ്പോൾ ഏകദേശം 49 അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഒരു വീക്ക് കൂടെ ഞാൻ നോക്കും 1 kg കുറയാൻ പറ്റില്ല. പക്ഷേ 1 വീക്കിൽ കുറയുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം പെട്ടെന്ന് അത്രയും 48 എത്താനൊക്കെ പാടായിരിക്കും എനിക്ക്. കാരണം ഞാൻ അത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ആ 50 ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചിരുന്നതും. അതുപോലെ തന്നെ ഇപ്പം ഇനിയും കുറയ്ക്കാനും ചിലപ്പോൾ കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരാം, എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഹെൽത്തി രീതിയിൽ തന്നെ കഴിക്കത്തുള്ളൂ. ഈ രീതി പ്രോപ്പറായിട്ട് തന്നെ കഴിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഹെൽത്ത് കളഞ്ഞിട്ട് ഒരിക്കലും ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറ്റ് എന്ന് പറയുന്ന സാധനം ഹെൽത്ത് കളഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമേ അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പണ്ട് ചെയ്ത ക്രാഷ് ഡയറ്റാണോ എനിക്കറിയില്ല. എനിക്കിപ്പോൾ നല്ല ഹെയർ ഫോൾ ഉണ്ട്. എനിക്ക് ലാസ്റ്റ് നാട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് ട്രീറ്റ് ചെയ്ത് ഒന്ന് കുറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ അഗെയിൻ ഹെയർ ഫോൾ കൂടി. അപ്പം ഹെയർ ഫോൾ കൂടുന്നത് ഇവിടുത്തെ ക്ലൈമറ്റും കണ്ടീഷൻസും കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. സോ അങ്ങനെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്ന ചോക്ലേറ്റ് കഴിക്കുക. എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ പിടിച്ച് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലൊന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.